സിക്കിം ടണൽ ദുരന്തത്തിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാത്രിയാണ് 3 ദിവസം നീണ്ട തെരച്ചിലിന് ശേഷം മൃതദേഹം കണ്ടെത്തിയത്. നാട്ടിൽ നിന്ന് സിക്കിമിലെത്തിയിട്ടുള്ള സഹോദരി ഭർത്താവ് സനൽ മൃതദേഹം തിരിച്ചറിഞ്ഞു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റാണ് അനീഷ്. ടണലിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇതോടെ 22ആയി. 3 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഏറ്റവും ദാരുണമായ വാർത്ത തന്നെയാണ് ഏറ്റവും ഒടുവിൽ സിക്കിമിൽ നിന്ന് പുറത്തു വരുന്നത്. അനീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി വൈകിയോടുകൂടിയാണ് അനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. ഭാര്യയും സഹോദരനും ഉൾപ്പെടെയുള്ളവർ സിക്കിമിലേക്ക് എത്തിയിരുന്നു. അവരെ ഈ ഉദ്യോഗസ്ഥ സംഘം തന്നെയാണ് ഡൽഹിയിൽ നിന്ന് സിക്കിമിൽ എത്തിച്ചത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുമുതൽ ഈ നാട് വലിയ കാത്തിരിപ്പിലായിരുന്നു. കോട്ടയം പാമ്പാടിക്ക് സമീപം ഇല്ലിവളവ് സ്വദേശിയാണ് അനീഷ്. 2011 മുതലാണ് ഹരിയാനയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ 7 മാസം മുതൽ സിക്കിമിന്റെ ചുമതലയുമായി അവിടേക്ക് പോവുകയായിരുന്നു. എന്തായാലും അച്ഛനും അമ്മയും മാത്രമാണ് ഈ ഇല്ലിവളവിലെ വീട്ടിൽ ഉള്ളത്. ഈ അനീഷ് ഹരിയാനയിൽ നിന്ന് സിക്കിമിലേക്ക് മാറിയതോടുകൂടി അനീഷിന്റെ ഭാര്യ ഡോക്ടർ സംഗീതയും 2 മക്കളും തൃപ്പൂണിത്തറയിൽ വീടെടുത്ത് താമസിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൃതദേഹം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കായി ഇവിടെ തന്നെ ഇല്ലിവളവിലെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അച്ഛനും അമ്മയും ഈ അധ്യാപകരായിരുന്നു. അവർക്ക് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതീക്ഷ, കാത്തിരിപ്പ് അത് പരിപൂർണമായും വിഫലമാകുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.